അപ്പോൾ ബെഡ്റൂമിൽ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് കയറി ചെന്നപ്പോഴത്തേനും എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇൻസിഡന്റ് അവിടെ നടക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാനിത് കണ്ടതിന് ചേച്ചി എൻ്റെ ലൈഫ് നശിപ്പിക്കും. എന്നെക്കാട്ടിയും 10 വയസ്സ് മൂത്തത് അവർക്ക്. ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു. കൊല്ലം 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 എല്ലാ പ്രശ്നവും കൊല്ലത്താണില്ലേ. അപ്പൊ കൊല്ലത്ത് നടന്നൊരു വാർത്തയായിരുന്നു. കാര്യം 2 SI-മാർക്കെതിരെ, ഭർത്താവ് ഉൾപ്പെടെയുള്ള 2 SI-മാർക്കെതിരെയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് അതിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം? 2017 ഞങ്ങളുടെ കല്യാണം നടന്നിരുന്നത്. അപ്പോൾ ആ സമയം ഞങ്ങൾ പ്രണയിച്ചായിരുന്നു കല്യാണം കഴിച്ചിരുന്നത്. കുഞ്ഞുനാൾ മുതലുള്ള പ്രണയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് അദ്ദേഹം കോൺസ്റ്റബിൾ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. കല്യാണം കഴിഞ്ഞ് 1.5 വർഷമായപ്പോൾ SI ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. കെപ്പയിലായിരുന്നു ട്രെയിനിങ്. ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ആശ എന്ന് പറയുന്ന SSBയിലെ SI ആയിട്ട് റിലേഷനിൽ ആയി എന്ന് ഞാൻ കരുതുന്നത്. അത് പിന്നീട് സംശയം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എനിക്ക് അത്രത്തോളം പ്രണയിച്ച് വിവാഹം കഴിച്ചത് തന്നെ അതിൽ അത്രത്തോളം എനിക്ക് സംശയം ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിലാക്കിയിട്ട് ഞാൻ ആരുടെ പറയാതെ വട്ടിയൂർക്കാവിലോട്ട് പോകുമായിരുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് ഞാൻ ഈ ആശയെ നേരിട്ട് കാണും. അവിടെ അതായത് രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു. അതായത് യൂണിഫോമിലല്ല, അവരവിടെ താമസിക്കുന്നു, അവരവിടെയാണ് താമസം എന്നുള്ള രീതിയിലാണ് ഞാൻ അവരവിടെ കാണുന്നത്. അത് കണ്ട് അവിടെ വെച്ച് തന്നെ വഴക്കായി. നീ എന്തിന് വന്നു, ഇത് കണ്ട ഒരാളുടെ അറിയിക്കരുത്, നീ എന്നെ ഉപദ്രവിച്ചില്ല. അന്നത്തെ ദിവസം ഉപദ്രവിച്ചൊന്നുമില്ല, പക്ഷേ ഭയങ്കരമായി വഴക്കുണ്ടായി. അവിടെ നിന്ന് കരഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നുണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആശയും അഭിഷേകം കൂടെ എൻ്റെ വീട്ടിൽ വരിക ചെയ്ത്. അവിടെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ലേഡിയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുമായിരുന്നു ഞാൻ. ഏട്ടൻ്റെ അമ്മയാണ് അവരെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോകണം. ഫുഡ് കഴിക്കാൻ എടുത്ത് വെച്ചിട്ട് വിളിക്കാൻ പറഞ്ഞു. ഫുഡ് വിളിക്കാൻ നോക്കിയപ്പോൾ രണ്ടുപേരും ബെഡ്റൂമിലായിരുന്നുണ്ടായിരുന്നു. എന്താ നോക്കി, പ്രണയിച്ച് അത്രമേൽ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു കാഴ്ച കാണുന്ന ഏതൊരു ഭാര്യയ്ക്കും, അതും പ്രണയിച്ച് കല്യാണം കഴിച്ച, പോട്ടെ പ്രണയം മാറ്റി വെക്കാം, ഏതൊരു ഭാര്യയ്ക്കും ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവനൊക്കെ എന്ന് പറഞ്ഞ ഓരോ പദവി അത് ഏറ്റെടുത്തിട്ട് അതിനെ മാക്സിമം ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ എത്രയോ പേര് ജോലി കിട്ടാണ്ടില്ലെങ്കിൽ ഇന്ന ജോലി കിട്ടുമ്പോൾ നമ്മളാരും പറയത്തില്ല, ഞാൻ ഇന്ന ഒരു സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാൻ അത്രയും എന്റെ നാടിന് വേണ്ടി ചെയ്തേനെ, അല്ലെങ്കിൽ അത്രയും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തേനെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ളവന്മാരൊക്കെ കാരണമാണ് പോലീസുകാരെ ആയാലും ആൾക്കാർ വെറുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച ഭാര്യ അവരെ ചതിച്ചിട്ട് വേറൊരു ബന്ധത്തിന് പോകുന്നു. അത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ആ യുവതി അടിക്കുന്നു. എവിടെ നിന്നും അല്ല ഈ ഒരു വാർത്ത, കൊല്ലത്ത് നിന്നാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ളവന്മാര് കാരണമാണല്ലോ ജില്ലയിൽ കൂടെ പേരുദോഷം കേൾക്കുന്നതെന്നാണ് ആലോചിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇവനൊക്കെതിരെ സ്ത്രീധനം കൊടുത്തതിനു ശേഷമാണ് ഈ യുവതി പെൺകുട്ടിയെ അവൻ കല്യാണം കഴിച്ചത്. ആദ്യം ഇവൻ എടുക്കേണ്ട സ്ത്രീധനത്തിന്റെ കേസിലാണ്. നമ്മുടെ അച്ഛൻ അമ്മമാര് ഒരു ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ട് തന്റെ പെൺമക്കള് സുരക്ഷിതമാവണം, ആ വീട്ടിൽ സുരക്ഷിതമാവണം, അവൾക്ക് വേണ്ടിയാണല്ലോ ഉണ്ടാക്കുന്നത്. അത് അവൾക്ക് ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ കൊടുക്കും. സ്വാഭാവികമായിട്ടും അതിനെയും ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞ് സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്ന ഇപ്പോഴും അതേപോലുള്ള നാറികൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവന്മാരെ വേണം ആദ്യം അറസ്റ്റ് ചെയ്ത് നല്ല തക്കതായ ശിക്ഷാർഹം കൊടുക്കണം. നമുക്കറിയാം വിസ്മയ കേസ്. ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സോക്കയുടെ അഹങ്കാരമൊക്കെ ഉണ്ടാകുന്നത് അത്യാവശ്യം നല്ലൊരു പദവിയിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ ആയിരിക്കണം. ഇവന്മാർക്ക് സാലറി കിട്ടുന്നില്ലേ, നല്ലൊരു സാലറി കിട്ടുന്നുണ്ട്, ഇവന്മാർക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള. എന്നാലും ഇവന്മാർക്ക് കാശിന്റെ അഹങ്കാരമാണ്, പണം വേണം. ഇതിപ്പം ഓവറായിട്ട് അഹങ്കാരമാണ്. അങ്ങനെയുള്ളവന്മാരാണ് ഇങ്ങനെയുള്ള സോക്കേടുകളൊക്കെ കാണും. അപ്പോൾ ബെഡ്റൂമിൽ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് കയറി ചെന്നപ്പോഴത്തേനും എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇൻസിഡന്റ് അവിടെ നടക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാനിത് കണ്ടതിന് ചേച്ചി എൻ്റെ ലൈഫ് നശിപ്പിക്കും. എന്നെക്കാട്ടിയും 10 വയസ്സ് മൂത്തത് അവർക്ക്. അപ്പോൾ ചേച്ചി എൻ്റെ ജീവിതം നശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ കാലി പിടിച്ച് കരഞ്ഞിട്ട് അവരൊന്നും മൈൻഡ് കൂടി ചെയ്യാതെ പരിഹസിച്ച് എൻ്റെ കാലുകൊണ്ട് തൂത്തെറിയുമായിരുന്നു, തട്ടി തറയിലിടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ ചിരിക്കുന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിനി ആരുമില്ല, എനിക്ക് അച്ഛൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞിട്ട് ആ ഇൻസിഡന്റ് അപ്പോൾ തന്നെ അച്ഛനെ പറയാനായിട്ട് ഫോൺ എടുക്കാൻ പോയപ്പോൾ എന്നെ പോകാനായിട്ട് അനങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ എന്നെ തടഞ്ഞു നിർത്തുന്നത് ആശയാണ് ചെയ്തത്. ആശ ഇതുപോലെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നീ അച്ഛൻ്റെ അടുത്ത് പറയൂടി എന്ന് ചോദിച്ചിട്ട് എന്നെ കഴുത്തിന് ഞെക്കി പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് കഴുത്തിന് ഞെക്കി പിടിച്ചിട്ട് എന്നെ കവളത്തടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് ആരെങ്കിലും പറഞ്ഞാൽ നിന്നെ കൊന്നുകളയും, നിന്നെ ഇവിടെ കൊന്ന് കെട്ടി തൂക്കി അത് ആത്മഹത്യയാക്കി തീർക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. എൻ്റെ ഡിപ്പാർട്ട്മെന്റോ അതിന്റെ സ്വാധീനം ഉപയോഗിച്ച് നിന്നെയോ നിന്റെ അച്ഛനെയോ അനിയത്തിയോ കേസിനകത്ത് കള്ള കേസിനകത്ത് കുടുക്കി ഞങ്ങൾ അകത്താകും. ഇത് ഒറ്റ മനുഷ്യൻ്റെ അടുത്ത് പറയരുത്. അവരുടെ ഭർത്താവ് അന്ന് എന്തോ കൊലക്കേസിലെ പ്രതിയായിട്ട് നിൽക്കുന്ന ആൾ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അയാൾ ജയിലിൽ പോകും. അപ്പോൾ എനിക്ക് ആരുമില്ല, അപ്പോൾ എനിക്ക് നിന്റെ ഭർത്താവിനെ വേണം, ഞാൻ പോയി വേറെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ വേശ്യാവൃത്തി ചെയ്ത് ജീവിച്ചോന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. വഴക്കുകളാകുമ്പോൾ പിന്നീട് പറയുന്നത്, അതായത് അനിയനും ഏട്ടനും അമ്മയും കൂടെ പറയുന്നത് SI അല്ലേ, അപ്പോൾ എന്നെക്കാളും വലിയ വീട്ടിൽ നിന്നെയും കിട്ടും. അതായത് ഞാൻ 100 പവനും ഒരു കാറും കല്യാണത്തിന് മുന്നേ 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു സ്ത്രീധനമായിട്ട് അവരാവശ്യപ്പെട്ടു. അങ്ങനെ കല്യാണത്തിന് മുന്നേ വന്നിട്ട് മേടിച്ചിട്ട് പോയി. ഞങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെ ഒരു ചടങ്ങുണ്ടെന്ന്. പക്ഷെ അത് മേടിച്ചിട്ട് ഇപ്പോൾ ഇത്രയും കൊടുത്താൽ ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. അത് എന്നെ പ്രേമിച്ച് ഉള്ള വിവാഹം ആയതുകൊണ്ട് ഒന്നിനും എല്ലാം കൊടുത്തിട്ടാണ്. ഇപ്പൊ വീട് വേണമെന്ന് പറഞ്ഞാൽ വീട് വച്ചാൽ മേടിച്ചു കൊടുത്തു, എല്ലാം വെച്ചു കൊടുത്തു, എല്ലാ കാര്യങ്ങളും. അതാ എന്ത് വേണം അതെല്ലാം മരുമോൻ ചെയ്തു കൊടുക്കും. കാരണം മകളുടെ ഹസ്ബൻഡാണ്. അപ്പൊ മകൾ അവിടെ സുരക്ഷിതമാവണം. ആ ഒരു രീതിയിൽ സ്വന്തം വീട് വരെ പണയം വെച്ചില്ലെങ്കിൽ വീട് വരെ വിറ്റ് പല പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്ന അച്ഛനമ്മമാരുണ്ട്. അവസാനം പലരും അത് നോക്കി ഈ കടം കയറി ഇല്ലെങ്കിൽ പെൺമക്കളെ അയച്ച് കടം കയറി ആത്മഹത്യ ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. എത്രയോ പേര് സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. ഇപ്പൊ ഏതൊരു പ്രശ്നവും നമ്മളിപ്പം
ഓരോ ദിവസം കൂടുന്തോറും നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടികളെ ഇല്ലാണ്ടാക്കുന്ന ഒരു സമൂഹത്തിനെ കുറിച്ച്. ഏറ്റവും കൂടുതൽ ഈ കെട്ടുന്നവന്മാർക്കും അല്ല സോക്കേട്, ഇവന്മാരുടെ വീട്ടുകാർക്കും ഉണ്ട് സോക്കേട്. ഏറ്റവും കൂടുതൽ അവരായിരിക്കും പുഷ് ചെയ്യുന്നത്. എന്റെ മകൻ ഇത്രയും സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കണം, അതെന്തോ വലിയ കാര്യമാണ്. സ്ത്രീധനം കുറഞ്ഞു പോയാൽ ആ പെൺകുട്ടിയെ വേണ്ട. പക്ഷെ ഇതിനപ്പുറം സ്ത്രീധനം ഒന്നുമില്ലാതെ നമ്മളിപ്പോ കാണുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടും ലളിതമായിട്ടുള്ള കല്യാണം, ജസ്റ്റ് ഒരു രജിസ്റ്റർ മാരേജ് ചെയ്ത് കല്യാണം കഴിക്കുന്ന ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുമുള്ള ആൺപിള്ളേരുണ്ട്. സ്ത്രീധനം വേണ്ട, പെൺകുട്ടിയെ മതി. ഇതിനകത്ത് വനിതാ എസ്ഐ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ച ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്, അവളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സ്വാധീനത്താൽ അവൾക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന്. അതാണ്, നമ്മളൊരു പദവിയിൽ ഇരിക്കുമ്പം അതിന്റെ പവർ എടുത്ത് അഹങ്കാരം കാണിക്കുകയല്ല വേണ്ടത്, നമ്മൾ മാതൃകയാവാണ് വേണ്ടതിൽ. ഇപ്പൊ നമ്മളിപ്പോ ഒരു പോലീസുകാരൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് മാതൃകയാണ്. എന്തായാലും മാതൃകയായിട്ട് എത്രയോ പേര് അങ്ങനെ ഉണ്ട്. നമ്മൾ റോൾ മോഡൽ ആക്കുന്ന എത്രയോ പോലീസുകാരുണ്ട്, നല്ല പ്രവർത്തികൾ ചെയ്യുന്നത്, ബാക്കിയുള്ളവർക്ക് സേവനങ്ങൾ ചെയ്യുന്നത് എത്രയോ പേര് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ അപമാനമാണ് ഇങ്ങനെയുള്ള വെറും ഡാഷ് മക്കള്. അപ്പം ആ പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് ഇത്രയും ഒരു സാഹചര്യത്തിൽ തന്റെ ഹസ്ബൻഡിനെയും ഇങ്ങനെ ഉള്ളവളുമാരെയൊക്കെ കാണുമ്പോൾ ആ പെൺകുട്ടി സ്വാഭാവികമായിട്ട് ഇല്ലാണ്ടാവും. കാരണം സ്ത്രീധനം പറഞ്ഞ കേട്ടോ, കല്യാണത്തിന് മുമ്പ് 5 ലക്ഷം രൂപയോളം സ്ത്രീധനം വാങ്ങിച്ചു. അങ്ങനെയുള്ള ചടങ്ങുകളുണ്ടോന്ന് പോലും അവർക്ക് അറിയത്തില്ലായിരുന്നു. കാരണം കാശാണ് ഇവിടുത്തെ എല്ലാം പ്രശ്നം. സ്ത്രീധനം ഈ സാധനം എന്നെടുത്ത് കളയുന്നു അന്ന് തീരും കുടുംബജീവിതത്തിന്റെ പകുതി പ്രശ്നങ്ങൾ. ഇങ്ങനെയുള്ളവന്മാരെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം, അങ്ങനെയുള്ളൊരു സിസ്റ്റം കൊണ്ടുവരണം. കാരണം ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ അധികം ജോലിയിൽ നിന്ന് ഗവൺമെന്റ് സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടത് ഇല്ലെങ്കിൽ പുറത്താക്കിയത് അങ്ങനൊന്നും അധികം കേട്ടിട്ടില്ല. സസ്പെൻഷൻ കൊടുത്ത് കണ്ടിട്ടുണ്ട്. ഇവന്മാരെയൊക്കെ എന്തിനാ ജോലി എടുത്തോണ്ടിരിക്കുന്ന, ആർക്ക് വേണ്ടിയാ? മനുഷ്യർക്കൂടെ കുഴപ്പമാവുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ളവന്മാരൊക്കെ നിൽക്കുന്നത്. അപ്പോഴേ ഇവന്മാരെയൊക്കെ ജോലി നിന്ന് പിരിച്ചു ആ ഒരു സിസ്റ്റത്തിലേക്ക് വരണില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.